ഹലോ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായോ? ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു വൺ ഡേ ടൂർ പോയിരുന്നു കേട്ടോ. അന്നത്തെ വീഡിയോ ആണിത്. 7-ാം തീയതിയാണ് കേട്ടോ പോയത്. അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ പോയി എല്ലാവരും പോയി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിരുന്നത് വയനാട്ടിലേക്കായിരുന്നു കേട്ടോ. വൺ ഡേ ടൂറായിരുന്നു കേട്ടോ. വയനാട്ടിലത്തെ കാലാവസ്ഥ നല്ല സുഖമുള്ളൊരു കാലാവസ്ഥയുണ്ട്. അപ്പോൾ നല്ല തണുപ്പല്ല, എന്നാൽ തണുപ്പുണ്ടായിരുന്നു. നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥയുണ്ട് അപ്പോൾ വയനാട്ടിലുള്ളത്. പിന്നെ ഈ ടൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ മുമ്പായിട്ട് പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ അതിനൊന്നും പറ്റിയില്ല. ഞങ്ങളിങ്ങനെ ഓരോ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. കൂട്ടത്തിൽ പോകുമ്പോൾ രസം വേറെ അല്ലേ? കൂട്ടത്തിൽ പോകുമ്പോൾ അതിനേതായിട്ടുള്ള രസം ഉണ്ടാവും, തനിച്ച് പോകുമ്പോൾ അതിനായിട്ടുള്ള രസം ഉണ്ടാവും കേട്ടോ. അതല്ലേ? പക്ഷേ ഇത് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി പോകണമെന്ന് തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നിങ്ങനെ നീണ്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ 7-ാം തീയതി കേട്ടോ പോകാൻ പറ്റിയത്. ക്രിസ്മസിൻ്റെ പൂട്ടിന് വെക്കേഷനിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം പോകാൻ തീരുമാനിച്ചിരുന്നത് മൈസൂർക്ക് ആദ്യം പോകാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നു കേട്ടോ. പക്ഷെ അത് 2 ദിവസം വരുന്നത് കൊണ്ട് ഞങ്ങൾ പോയില്ല. കാരണം കുട്ടികൾക്ക് 2 ദിവസത്തെ പോക്കും പിന്നെ വന്നതാണ്, അങ്ങനെ 2-3 ദിവസത്തെ ക്ലാസ് തന്നെ നഷ്ടപ്പെടും എന്നുള്ളതിൽ ഞങ്ങൾ ഒരു ദിവസം തന്നെ പോയി. രാവിലെ പോയിട്ട് നമുക്ക് വൈകുന്നേരം രാത്രി തിരിച്ചു വരുന്ന രീതിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടി നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ. എവിടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു കൂട്ടർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പോയാൽ അവർ മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ അപ്പോൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു നമ്മൾ വയനാട്ടിലേക്ക് തന്നെ പോകാമെന്ന്. ആദ്യം റിസോർട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചു, അത് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ എടക്കൽ ഗുഹയ്ക്കാട്ടോ പോയത്. ഇവരൊക്കെ കുഴങ്ങിയിട്ട് നിൽക്കുകയാണ്, കയറാൻ കഴിയാതെ കേട്ടോ. പക്ഷേ നമ്മൾ കയറിട്ടോ, എടക്കൽ ഗുഹയ്ക്ക് തന്നെ നമ്മൾ എത്തി. പിന്നെ അത് എടക്കൽ ഗുഹയ്ക്ക് കയറുന്നത് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം തന്നെ. കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉള്ളിൽ കൂടെയൊക്കെ പോകാനുണ്ട്. സ്റ്റെപ്പൊക്കെ കയറി നല്ലോണം വയ്ക്കുന്നുള്ളവർക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ പിന്നെ വേറെ ഒന്നും കൂടി നമ്മൾക്ക് കയറണമെന്ന് തീരുമാനിച്ച് നമ്മൾ കയറിയിരിക്കും കേട്ടോ. നമ്മൾ എന്തോ നമുക്ക് നേടണം, നമുക്ക് എത്തിപ്പെടണം എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുത്തോ നമുക്ക് അവിടെ എത്താൻ കഴിയും കേട്ടോ. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു പറഞ്ഞു നമുക്ക് എന്തായാലും കയറിയേ പറ്റൂ, നമുക്ക് അവിടെ കാണണം എന്നുണ്ടായിരുന്നു കേട്ടോ. വയനാട് പോയവരെല്ലാവരും എടക്കൽ ഗുഹയ്ക്കൊന്നും പോകാതെ ആരും പോയിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ അത് കാണണം തന്നെ ഒരു ആഗ്രഹം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്താട്ടോ കയറിയത്. ആദ്യം ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക്, നമ്മളിപ്പോൾ അതൊരു ചെറിയൊരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് എത്തി. ഈ ഗുഹയിൽ നിന്ന് വേറൊരു സ്റ്റെപ്പും കൂടി കയറണം കേട്ടോ. ആദ്യമൊക്കെ കല്ല് വെച്ച സ്റ്റെപ്പാണ്, കല്ലുമ്മ കൂടിയാണ് കയറി വന്നത് കേട്ടോ. പിന്നെ സാധാ നമ്മളെ മാർബിളോ അങ്ങനത്തെ എന്തോ ഒരു കല്ലൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെ കേട്ടോ. സ്റ്റീലിൻ്റെ അതൊക്കെ വെൽഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നല്ല കീർത്തലോടെ തന്നെ പോകണം കേട്ടോ. ഇവിടേക്ക് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് മേലെ എത്തുമ്പോൾ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അധികം വീതിയില്ലാത്ത സ്റ്റെപ്പായതുകൊണ്ട് അങ്ങോട്ട് കയറുന്നവരും ഇങ്ങോട്ട് ഇറങ്ങുന്നവരൊക്കെ ഒരേ വൈക്കും തന്നെയാണ്. കുറച്ചിടെ എത്തിയാൽ പിന്നെ ഇറങ്ങി വരുന്നവർക്ക് വേറെ വയ്ക്കും, കയറുന്നവർക്ക് വേറെ വയ്ക്കും. പക്ഷേ അവിടെ എത്താൻ നേരത്തെ നമ്മൾ കയറുമ്പോൾ ഒരേ ഇതിൽ നമ്മൾ കയറുന്നത് ഇറങ്ങുന്നതും ഒരേ സ്റ്റെപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ അധികം ആ സ്റ്റെപ്പുമ്പോൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ പോയ അന്നത്തെ പറഞ്ഞാൽ കുറേ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, പോയിരുന്ന അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ കുത്തുപണികളും കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞു തരാനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ക്യാഷ് കൊടുത്താൽ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പൊന്നിങ്ങനെ കയറി അപ്പോൾ അവർക്ക് ചോറ് എടുക്കാൻ പോയതാ കേട്ടോ. പിന്നെ അവളെ കരച്ചിലൊന്ന് മാറ്റട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ടാണ് കേട്ടോ പിന്നത്തെ എഡിറ്റ് ചെയ്യണത്. പിന്നെ എന്താ പറഞ്ഞത്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വരയും കുറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരോട് നമ്മളൊരു വീഡിയോ കൂടി ചെയ്യിച്ചു കേട്ടോ. അപ്പോൾ അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതൊരു ആനയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് കേട്ടോ നമുക്കതൊരു മനസ്സിലാകാണ്. പക്ഷേ അത് ആനയാണെന്നൊന്നും നമുക്ക് കണ്ടറിയില്ല, എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം, നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോത് ഇങ്ങനെ അന്നത്തെ ഇതിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോവാണ്, ഭയങ്കര പ്രയാസമുണ്ടോ. ഒരിടയിൽ കൂടെയൊക്കെ ഞങ്ങൾ കയറി വന്നിട്ട് ഞങ്ങൾ എത്താനായിട്ടുണ്ട് കേട്ടോ. എത്താനായിട്ടില്ല, കുറേ ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റെപ്പ് കയറാണ്ട്. പക്ഷേ കുഴങ്ങിയിട്ടോ. സത്യത്തിൽ അവിടെ എത്തിയപ്പോൾ നല്ല കുഴങ്ങി. വെള്ളമൊക്കെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ എടക്കൽ ഗുഹേൻ്റെ ഉള്ളിൽ കുറേ നേരം ഞങ്ങൾ നിന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എത്ര കഴിഞ്ഞാലും നമുക്ക് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോൾ നമുക്ക് നിരാശയൊന്നും തോന്നിയില്ല കേട്ടോ. ഇതിനപ്പോൾ നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ഇതൊന്നും തോന്നിയില്ല. നല്ലൊരു തന്നെയായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ എന്താ പറയുക, അപ്പോൾ എൻജോയ് ചെയ്തൊരു യാത്രയാണ് കേട്ടോ. അത് അത്രയ്ക്ക് സന്തോഷത്തോടെ ഞാൻ എൻജോയ് ചെയ്ത യാത്ര തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുന്നിടയിൽ എൻ്റെ ചെരുപ്പൊന്ന് താഴെ വീണു കേട്ടോ. നല്ല കരുതലോടെ തന്നെ കയറി പോകണം. ചില സ്ഥലത്താണ് വേറെ സ്ഥലത്താണ് എൻ്റെ ചെരുപ്പ് ചാടിയതെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ. ഏകദേശം മുകളിൽ ഇറങ്ങാൻ പറ്റിയ സ്ഥലത്താണ് എൻ്റെ ചെരുപ്പ് ചാടിയത്. അപ്പോൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു കേട്ടോ. ഞാനെന്താ ഏട്ടത്തിൻ്റെ മോനെ അതാ പോയിട്ട് അവനാണ് കേട്ടോ എൻ്റെ ചെരുപ്പ് അവിടെ നിന്ന് ഇങ്ങനെ കയറി എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് സ്റ്റെപ്പ് വന്ന് എൻ്റെ ചെരുപ്പ് ഒന്ന് തെന്നി വീണു കേട്ടോ.
അപ്പോൾ അവൻ എനിക്ക് എടുത്ത് തരികയാണ് എൻ്റെ ചെരുപ്പോട് ചാടി കുറച്ച് അവിടെ അടിയിലൊക്കെയാണ് ചാടിയതെന്ന് വെച്ചില്ലെങ്കിൽ എനിക്കത് കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇറങ്ങി പോയപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിട്ടാട്ടോ, ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടാണ് പോയത്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞങ്ങൾ എടക്കൽ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പോൾ എടക്കൽ ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ അതിലുണ്ട് അവർ പറഞ്ഞു തരുന്ന വീഡിയോസൊക്കെ അതിലുണ്ട് കേട്ടോ. അതിലുള്ള ആ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുള്ളത് ഇതൊക്കെ അല്ലേ, അതിൻ്റെ വീഡിയോസ് അതിൽ ഞങ്ങൾ ഇതിൽ ചെറിയ ഭാഗമായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഇവിടുന്ന് അടിക്കൊരു സ്റ്റെപ്പാണ് കേട്ടോ. ആ സ്റ്റെപ്പുമ്മ കൂടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ ഗുഹേൻ്റെ ഉള്ളിലേക്ക്, ഇനി എടക്കൽ ഗുഹ എന്ന് പറയുന്ന ആ ഗുഹേൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കയറുന്നത്. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഫുള്ളായിട്ട് കാണണേ. 이거 밴드에 삼천래. ഇടയിലെ പള്ളി കണ്ടുപിടിച്ചത് 1894 മലബാറിലെ ബ്രിട്ടീഷ് പോലീസ് ഫെഡറിക് കോട്ടയാണ് അയാളുടെ പേര് ഗുഹാചിത്രം കണ്ടുപിടിച്ചത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ സ്റ്റേഷൻസ് പഠിച്ചിട്ടുണ്ടാവും. കിഴക്കൻ്റെ നവീന ശിലായും അന്ന് ലാംഗ്വേജ് ഇല്ലാത്ത സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സിമ്പിൾസ് ചിത്രങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് ലാംഗ്വേജ് ഇല്ലാത്ത സമയത്ത് അവർ ഉള്ളിൽ വന്ന് താമസിച്ചു. അതായത് വലിയ മൃഗങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് നേടാൻ വേണ്ടി സേഫ് സ്ഥലം തിരഞ്ഞെടുത്തു. കാരണം അവർ അടച്ചു കഴിഞ്ഞാൽ വലിയ മൃഗങ്ങളിൽ നിന്ന് സേഫായി നിന്ന് വന്ന് ഗുഹാജീവിതമൊക്കെയാണ്. അങ്ങനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒരേ ടൈമിൽ ചിത്രങ്ങളല്ല, കാലഘട്ടങ്ങളിൽ ആൾക്കാർ ഉള്ളിൽ വന്ന് താമസിച്ചു. അങ്ങനെ ചിത്രങ്ങളുടെ ഏജ് ഡിഫറൻസ് 6000 വർഷം പറയുന്ന ചിത്രത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ക്യാമറയിൽ ശ്രദ്ധിക്കണം. ബാക്കോട്ട് ക്യാമറയിൽ നിന്ന് ഇതാണ് ചീഫ് ഓഫ് പ്രൈവറ്റിന് കൈ പൊന്തിച്ച് കൊടുത്തിരിക്കുന്ന ചിത്രം കാണുന്നുണ്ടോ? ഇതാണ് ഫ്രണ്ട് സൈഡ്. ഈ ഷീൽഡിൽ വെച്ചിരിക്കുന്ന ബാക്ക് സൈഡാണ്. കാണുന്നില്ല എല്ലാവരും? ഇത് ലേഡിയാണ്, ഇതൊരു കുട്ടിയാണ്. കണ്ടില്ല നമ്മൾ വരച്ചിരിക്കുന്ന ഒരാളെ മുഖമാണ്. പുറത്തേപ്പുറത്ത് ആനയെ കാണും. ആനാണ്ടോ? ഇതിന് ലേഡീസിൻ്റെ പേരുമാണ്. രണ്ടാമത് ജോമെട്രിക് ലൈൻ വെച്ച് ലേഡീൻ്റെ പേരാണ് രണ്ടാമത്. ഇതൊക്കെ 6000 വർഷം മുമ്പ് ലാംഗ്വേജ് ഇല്ലാത്ത സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾസും ചിത്രങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ഇവിടെ ആൾക്കാർ വന്ന് താമസം. പിന്നെ കാർമൽ സ്റ്റേജ് ഡിഫറൻസിന് അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഉറപ്പാ ആരെടുത്ത ഫോണ് മുത്തു ഇതിൽ കയറാൻ പറ്റില്ലല്ലോ. ഇല്ല എന്റെ സാധനം